BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. കളമശ്ശേരിക്കും ആലുവയ്ക്കും ഇടയിലുള്ള മാന്ത്രക്കൽ റെയിൽവേ തുരങ്കപാതയിൽ മഴ ചാറിയാൽ വെള്ളം കെട്ടുന്നത് പതിവായി. ഇവിടെ റെയിൽവേ അടുത്തിടെ നടത്തിയ ശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇതിന് കാരണമെന്ന് ചൂർണിക്കര പഞ്ചായത്ത് മുൻ പ്രസിഡന്റും CPM ഏരിയ സെക്രട്ടറിയുമായ AP ഉദയകുമാർ ആരോപിച്ചു. ഇതേ ആരോപണം ഉന്നയിച്ച് കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങൾ പണി നടക്കുമ്പോൾ റെയിൽവേ സീനിയർ സെഷൻ എഞ്ചിനീയറിന് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയിരുന്നു. പക്ഷേ പദ്ധതിയിൽ മാറ്റം വരുത്താൻ അധികൃതർ തയ്യാറായില്ല. തറനിരപ്പിൽ നിന്ന് താഴ്ത്തിയുണ്ടാക്കിയ തുരങ്കത്തിലെ വെള്ളം ചവർപ്പാടത്തു കൂടിയാണ് ഒഴുകിയിരുന്നത്. ചൂർണിക്കര പഞ്ചായത്തിനായിരുന്നു തോടിന്റെ പരിപാലന ചുമതല. തോട്ടിലേക്ക് വെള്ളം ഒഴുകുന്നത് അടച്ച ശേഷം പുതുതായി നിർമ്മിച്ച കിണറ്റിൽ ചാടി അവിടെ നിന്നും തോട്ടിലേക്ക് പമ്പു ചെയ്യുന്ന സംവിധാനമാണ് ഇപ്പോഴത്തേത്. തന്മൂലം മഴയില്ലാത്തപ്പോഴും തുരങ്കത്തിൽ നിറയുന്ന ഉറവുജലം മോട്ടോർ അടിച്ച് നീക്കിയാൽ മാത്രമേ ഗതാഗതം സാധ്യമാകൂ. കനത്ത മഴയുള്ളപ്പോൾ 1 മണിക്കൂറെങ്കിലും മോട്ടോർ അടിക്കണം. തുരങ്കം പൂർവ്വസ്ഥിതിയിലാക്കി നീരൊഴുക്ക് സുഗമമാക്കണമെന്നും അശാസ്ത്രീയ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരിൽ നിന്നും നഷ്ടം ഈടാക്കണമെന്നും ഉദയകുമാർ ആവശ്യപ്പെട്ടു. റോഡരികിൽ നിറയെ ബൈക്കുകൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കാൽനട യാത്രക്കാർക്കും മറ്റു വാഹന യാത്രികർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഏറെ തിരക്കുള്ള ചമ്പന്നൂർ വ്യവസായ മേഖലയിലേക്കുള്ള റോഡിന്റെ ആരംഭത്തിലാണ് പ്രശ്നം. ഇവിടെയുള്ള കാൻകോർ കമ്പനിയുടെ ഗേറ്റിന് ഇരുവശവുമാണ് ഇത്തരത്തിൽ നിറയെ ബൈക്കുകൾ വെച്ചിരിക്കുന്നത്. ഇത് റോഡിൽ വലിയ അപകട സാധ്യതയാണ് ഉണ്ടാക്കുന്നത്. ഗതാഗത കുരുക്കിനും ഇത് ഇടയാക്കുന്നുണ്ട്. കമ്പനിയിലെ ജീവനക്കാരുടെ ബൈക്കുകളാണിവ. വാഹനങ്ങൾ അകത്തേക്ക് പ്രവേശിക്കാതെ റോഡരികിൽ തന്നെ പാർക്ക് ചെയ്ത് ജോലിക്ക് കയറുന്ന ഇവർ തിരികെ വൈകുന്നേരമായ ബൈക്കുകൾ എടുക്കുന്നത്. ഇതുവരെ ഇവിടെ വലിയ ഗതാഗത കുരുക്കും കാൽനട യാത്രക്കാർക്ക് ദുരിതവും സമ്മാനിക്കുന്നു. വ്യവസായ മേഖലകളിലേക്ക് വരുന്ന വലിയ കണ്ടെയ്നറുകളും ട്രെയിലറുകളും അടക്കമുള്ള ഒട്ടേറെ വാഹനങ്ങൾ കടന്നു പോകുന്ന വീതി അധികമില്ലാത്ത റോഡരികിലാണ് ബൈക്കുകളുടെ അനധികൃത പാർക്കിംഗ്. നീളം കൂടിയ വാഹനങ്ങൾ ആവശ്യത്തിന് വീതിയില്ലാത്ത റോഡിൽ തിരിയുമ്പോഴാണ് ഇവിടെ തുടർച്ചയായി ഗതാഗത സ്തംഭനമുണ്ടാകുന്നത്. പ്രദേശത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് നടന്നും സൈക്കിളിലും യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും ബൈക്ക് പാർക്കിംഗ് ബുദ്ധിമുട്ടാവുകയാണ്. മാള, കണ്ണക്കൻ കടവ്, പറവൂർ, അങ്കമാലി ഭാഗങ്ങളിലേക്കുള്ള ബസ്സുകളുടെ സ്റ്റോപ്പും ഇതിനോട് തൊട്ടുചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. നാട്ടുകാർ ഒട്ടേറെ പ്രാവശ്യം അധികൃതരോട് പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. നെൽകൃഷി ചെയ്യുന്ന പാടശേഖരവും തോടും നികത്തി നിർമ്മിച്ച കരുമാലൂർ ഷാപ്പുംപടിയിലെ വയലോരം ഹോട്ടൽ പൊളിച്ചു നീക്കാൻ ആരംഭിച്ചു. കളക്ടറുടെ ഉത്തരവിനെ തുടർന്നാണ് നടപടി. ഈ മാസം 24-നകം ഉടമ സ്വയം പൊളിച്ചു നീക്കി സ്ഥലം പൂർവ്വസ്ഥിതിയിലാക്കണമെന്നും അല്ലാത്തപക്ഷം റവന്യൂ അധികൃതരുടെ നേതൃത്വത്തിൽ സ്ഥലം പൂർവ്വസ്ഥിതിയിലാക്കി അതിന് ചെലവായ തുക സ്ഥലം ഉടമയുടെ പക്കൽ നിന്നും റവന്യൂ റിക്കവറി നടത്തി ഈടാക്കാമെന്നും കളക്ടർ ഉത്തരവിട്ടിരുന്നു. എന്നാൽ 1 മാസം കഴിഞ്ഞിട്ടും അനധികൃത ഹോട്ടൽ പൊളിക്കാതെ വന്നതോടെ കയ്യേറ്റം പൊളിച്ചു നീക്കാനായി RDO ചുമതലപ്പെടുത്തി. തുടർന്ന് പൊളിച്ചു മാറ്റേണ്ട ഭാഗം പറവൂർ ഭൂരേഖ തഹസിൽദാർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ദിവസം അളന്ന് തിട്ടപ്പെടുത്തി കുറ്റിയടിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഉടമ തന്നെ പൊളിച്ചു നീക്കാൻ ആരംഭിച്ചത്. നെൽവയൽ തണ്ണീർത്തട നിയമം ലംഘിച്ചാണ് സ്ഥലം ഉടമകളായ കൊടുങ്ങല്ലൂർ പടമാട്ടുമൽ വീട്ടിൽ സാജു ജോസഫ്, ഭാര്യ ഡീന, സ്ഥലം വാടകയ്ക്കെടുത്ത കരുമാലൂർ സ്വദേശി അജിത് കുമാർ എന്നിവർ ചേർന്നാണ് 200 ഏക്കറോളം വരുന്ന കരുമാലൂർ പാടത്തിന്റെ ഒരു ഭാഗം നികത്തി ഹോട്ടൽ നിർമ്മിച്ചത്. സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ കാക്കനാട് ഭാഗം കടന്നു കിട്ടാൻ വാഹനങ്ങൾ കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടുന്നത്. ചിലപ്പോൾ റോഡിൽ ഒരേ കിടപ്പാണ്, മറ്റു ചിലപ്പോൾ ഇഴഞ്ഞു നീങ്ങാം. സാധാരണ വേഗത്തിൽ ഇവിടം കടക്കണമെങ്കിൽ ബന്ധോ ഹർത്താലോ വരണം. ഇരുമ്പനത്ത് നിന്നും ചിത്രപ്പുഴ പാലം ഇറങ്ങിയാൽ തുടങ്ങും കുരുക്ക്. ഇപ്പുറത്താണെങ്കിൽ വള്ളത്തോൾ ജംഗ്ഷനിൽ നിന്നാണ് കുരുക്കിന്റെ തുടക്കം. ഇതിന് സ്ഥിര പരിഹാരം ഒന്നേയുള്ളൂവെന്ന കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. കളക്ടറേറ്റ് ജംഗ്ഷനിൽ ഫ്ലൈ ഓവർ വേണം. പലതരങ്ങളിൽ നേരത്തെ തന്നെ ഉയർന്നിട്ടുള്ളതാണ് ഫ്ലൈ ഓവറിന്റെ ആവശ്യകത. മെട്രോ റെയിൽ കടന്നു പോകേണ്ട ജംഗ്ഷനാണിത്. നേരത്തെ ഈ ജംഗ്ഷനിൽ ഫ്ലൈ ഓവർ വേണമെന്ന ആവശ്യമുയരുമ്പോൾ ഭാവിയിൽ വരാൻ പോകുന്ന മെട്രോ റെയിലിന് പ്രതിബന്ധമാകുമെന്നായിരുന്നു തടസ്സവാദം. ഇപ്പോൾ മെട്രോ റെയിൽ പടിവാതിൽക്കൽ എത്താറായി. മെട്രോയ്ക്ക് ഫ്ലൈ ഓവർ പ്രതിബന്ധമല്ലെന്നും വൈറ്റ്ല ജംഗ്ഷൻ തെളിയിച്ചു. ഇനി വേണ്ടത് ഒറ്റക്കെട്ടോടെയുള്ള നീക്കമാണ്. രാഷ്ട്രീയ പാർട്ടികളും MP-യും MLA-യും നഗരസഭയും ജില്ലാ ഭരണകൂടവും IT മേഖലയും പൗരപ്രാതിനിധ്യമുള്ള സംഘടനകളും ഒരുമിച്ച് നീങ്ങിയാൽ സർക്കാരിൽ നിന്ന് അനുകൂല തീരുമാനം ഉണ്ടാക്കാനാകും.
അങ്കമാലി യാർഡിലെ അറ്റകുറ്റപ്പണികൾ കാരണം ഏതാനും ട്രെയിൻ സർവീസുകളിൽ മാറ്റം. നാളെ രാവിലെ 7:20 പുറപ്പെടുന്ന പാലക്കാട് എറണാകുളം ജംഗ്ഷൻ മെമു, ഉച്ചയ്ക്ക് 2:45 പുറപ്പെടുന്ന എറണാകുളം ജംഗ്ഷൻ പാലക്കാട് മെമു സർവീസുകൾ പൂർണ്ണമായും റദ്ദാക്കി. തൂത്തുക്കുടി പാലക്കാട് പാലരുവി എക്സ്പ്രസ് ഇന്ന് ആലുവയിൽ സർവീസ് അവസാനിപ്പിക്കും. തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ് നാളെ എറണാകുളം ജംഗ്ഷനിൽ സർവീസ് നിർത്തും. തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസ് എറണാകുളം ടൗണിലും കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് ഷൊർണൂരിലും നാളെ സർവീസ് അവസാനിപ്പിക്കും. പാലക്കാട് തൂത്തുക്കുടി പാലരുവി എക്സ്പ്രസ് നാളെ ആലുവയിൽ നിന്നും വൈകിട്ട് 6:05 പുറപ്പെടും. പാലക്കാടിനും ആലുവയ്ക്കും ഇടയിൽ സർവീസ് റദ്ദാക്കും. കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് നാളെ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് വൈകിട്ട് 5:25 പുറപ്പെടുന്നത്. കോഴിക്കോടിനും എറണാകുളത്തിനും ഇടയിൽ സർവീസ് റദ്ദാക്കും. ഷൊർണൂർ തിരുവനന്തപുരം വേണാട് എക്സ്പ്രസ് എറണാകുളം ടൗണിൽ നിന്ന് വൈകിട്ട് 5:20 യാത്ര തുടങ്ങുക. ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ് നാളെ വൈകിട്ട് 7:50 ഷൊർണൂരിൽ നിന്നും സർവീസ് തുടങ്ങും. ആലപ്പുഴയ്ക്കും ഷൊർണൂരിനും ഇടയിൽ സർവീസും റദ്ദാക്കി. പാലക്കാട് എറണാകുളം ജില്ലകളിലായി സഭാ തർക്കം നിലനിൽക്കുന്ന 6 പള്ളികൾ ഏറ്റെടുക്കാൻ കളക്ടർമാർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഓടക്കാലി സെന്റ് മേരീസ് പള്ളി ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറുന്ന വിഷയത്തിൽ ഉൾപ്പെടെയുള്ള കോടതിയലക്ഷ്യ ഹർജികൾ പരിഗണിക്കുകയായിരുന്നു ജസ്റ്റിസ് VG അരുൺ. എറണാകുളം ജില്ലയിലെ ഓടക്കാലി സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി, പോത്താനിക്കാട് സെന്റ് ജോൺസ് വെസ്റ്റ്ഫാങ്കെ ഓർത്തഡോക്സ് സിറിയൻ പള്ളി, മുഴുവന്നൂർ സെന്റ് തോമസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളി, പാലക്കാട് ജില്ലയിലെ മംഗളം ഡാം സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി, എരിക്കിൻചിറ സെന്റ് മേരീസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളി, ചെറുകുന്നം സെന്റ് തോമസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളി എന്നീ പള്ളികൾ ഏറ്റെടുക്കാനാണ് കളക്ടർമാർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. ഹർജി ഇനി പരിഗണിക്കുന്ന അടുത്ത മാസം 30 മുൻപ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കളക്ടർമാർക്ക് നൽകണം. കളക്ടർമാരെ സഹായിക്കാനായി എറണാകുളം, പാലക്കാട് ജില്ലാ പോലീസ് മേധാവിമാർ മതിയായ സേനയെ നിയോഗിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.